So okay, good afternoon all. So നമ്മൾ ഗോൾഡ് നെക്സ്റ്റ് വീക്ക് അനാലിസിസ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈവ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു മല്ലു ട്രേഡർ VSI. So this live is only for educational purpose, okay? സോ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗോൾഡിലെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് മന്ത്ലി ചാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഗോൾഡിലെ മൂവ്മെൻറ്റ് നോക്കാം. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണ് മന്ത്ലി ചാർട്ട് പ്രീവിയസ് മന്ത് ഒരു ഇൻവെർട്ടർ ഹാമർ ആയിരുന്നു. ആ ഇൻവെർട്ടർ ഹാമറിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ബുള്ളിഷ് മൂവ്മെൻറ്റ് വരുമെന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ അനാലിസിസ് ചെയ്തില്ല, അതിന് മുന്നേ ഉള്ള ആഴ്ച നമ്മൾ പറഞ്ഞത്. സോ ഓൾമോസ്റ്റ് അത് തന്നെയാണ്. നോക്കാം. സോ അതിന് മുന്നേ നമ്മുടെ കുറച്ച് ഡ്രോയിങ്സ് ഉണ്ട്, അതൊന്ന് ഒഴിവാക്കാം, നല്ലൊരു ക്ലിയർ വരത്തുള്ളൂ. ഓക്കെ. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് പ്രീവിയസ് മന്തിലെ ക്യാൻഡിൽ എൻഡ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻവെർട്ടർ ഹാമറാണ്. ഇൻവെർട്ടർ ഹാമർ ആയതുകൊണ്ട് ഈ മാസവും ബുള്ളിഷ് മൂവ്മെൻറ്റ് വരുമെന്നുള്ളത്. സോ ഇപ്പോഴും ബുള്ളിഷ് മൂവ്മെൻറ്റിലാണ്. ഓക്കെ. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഒരു ട്രേഡ് ഫോർകാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ അങ്ങനെ ഒരു ഫോർകാസ്റ്റ് ചെയ്തിരുന്നു. അതായത് ലോങ് ഗോൾഡിൽ ലോങ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഫോർ എ മന്തിലേക്കൊക്കെ ട്രേഡ് ചെയ്യുന്ന ബിഗ് ട്രേഡേഴ്സ്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ദേ ക്യാൻ പ്ലാൻ ലൈക്ക് ദിസ്. ഓക്കെ. സോ ഇങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യാൻ പറ്റും. ഒരു 1000 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു 2000 പിപ്പിന് മുകളിൽ പ്രോഫിറ്റിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ. മാക്സിമം ടാർഗറ്റ് ഇത്രയും. അതോടൊപ്പം തന്നെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദിസ് സെറ്റപ്പ് ഇൻ മന്ത്ലി ചാർട്ട് ഇങ്ങനെ കണ്ടോ, ഈ ഒരു ലെവലിൽ ഫസ്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 2000 പിപ്പിന് മുകളിൽ പ്രോഫിറ്റും ഒരു 1000 പിപ്പ് സ്റ്റോപ്പ് ലോസും വെച്ചുകൊണ്ട് മന്ത്ലി ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണ ഒരു സെറ്റപ്പ്. അതാണ് പറഞ്ഞത്. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഗോൾഡ് ഓൾമോസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം. ലോവർ ലോ എഗെയിൻ this one is lower high. Okay. Next lower high, again lower high. So ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഇൻവെർട്ടർ ഹാമർ, പ്രീവിയസ് മന്തിലെ ഇൻവെർട്ടർ ഹാമർ, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്. ഈ ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും ഇൻവെർട്ടർ ഹാമറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ. ഇനി ഈ മാസം അവസാനിക്കാനായിട്ട് 5 days 15 hours മാത്രമാണുള്ളത്. 5 ദിവസവും 15 മണിക്കൂറും. ഓക്കെ. സോ പ്രീവിയസ് ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടെന്ന്. അതല്ല, ഇനി ഒരു സെല്ലിംഗ് സെറ്റപ്പിലേക്ക് പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബിയറിഷ് മൂവ്മെൻറ്റിലേക്ക് ഒരു ഗോൾഡിലൊരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഷോർട്ട് ട്രേഡ് പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ ബിലോ ദിസ് ലെവൽ, അതായത് ഈ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ 3934, അതിൽ താഴേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസീവായിട്ടൊരു ഷോർട്ട് ട്രേഡിനുള്ള പ്ലാനിങ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഇതാണ് കണ്ടീഷൻ. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ ഇൻ ഓവർബ്രോട്ട് കണ്ടീഷനിലാണ്. ദാറ്റ് മീൻസ് 100% ഇതിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള റിജക്ഷനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. എനിവേ 1 മന്തിൽ നോക്കുമ്പോഴത്തേക്ക് വലിയ റിജക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ഇനി 5 days ആണുള്ളത്. ആ 5 daysലെ മൂവ്മെൻറ്റ് ഒരു റേഞ്ചിലാണെങ്കിൽ തന്നെയും ഇങ്ങനെ തന്നെ അത് എൻഡ് ചെയ്യാനാണ് ചാൻസ്. അതല്ല, ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റം വരികയാണെങ്കിൽ എഗെയിൻ ഈ ക്യാൻഡിൽ അതിൻ്റെ ഹൈയിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ. സോ ഇതാണ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. മന്ത്ലി ചാർട്ടിൽ ബൈയിങ് എവിഡൻസ് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മന്തിലായിരുന്നു. ഇതാണ് ഓഗസ്റ്റ് മന്തിൽ. ഓക്കെ. സോ അതിനുശേഷം നമുക്ക് സെല്ലിംഗ് എവിഡൻസ് എന്ന് പറയാൻ എവിടെയും ഇല്ല. നോ സെല്ലിംഗ് എവിഡൻസ്. ഓക്കെ. സോ ബൈയിങ് എവിഡൻസ്, ഈ ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതാണ് ഗോൾഡ് മന്ത്ലി ചാർട്ടിലെ
ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, സോ ഇനി ഇതിൽ ഒരു നെക്സ്റ്റ് മന്തുകളിൽ ഒരു ഫോൾ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരണമെന്ന് പറഞ്ഞാൽ ഇതാണ് 3495. അതായത് ഹെവി ഒരു ഫോളൊക്കെ വരികയാണെങ്കിൽ അപ്കമിങ് മന്തിൽ ഒരു ഫോൾ വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് ഫോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഗോൾഡ് നമുക്കൊരു അനാലിസിസ് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് വീക്കിലി ചാർട്ടിലേക്ക് മൂവ് ചെയ്യാം. സോ വീക്കിലി ചാർട്ട് നോക്കാം. ഓക്കെ, ബേസ്ഡ് ഓൺ വീക്കിലി ചാർട്ട് സോ വീക്കിലി ചാർട്ടിലേക്ക് വരുമ്പോൾ ഓക്കെ, വീക്കിലി ചാർട്ടിലെ കണ്ടീഷൻ ഇങ്ങനെയാണുള്ളത്. വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ന്യൂ ബൈങ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. പ്രീവിയസ്ലി ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, സോ ഗോൾഡ് ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രീവിയസ് ബിയറിഷ് ക്യാൻഡിൽ ഇത് നമുക്കൊരു മദർ ക്യാൻഡിലായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ മദർ ക്യാൻഡിലായിട്ട് ആണ് ആക്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അത് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയ, അതായത് 4112.10 ആ ഒരു ലെവലിൽ നിന്ന് മൾട്ടിപ്പിൾ ടൈമിൽ റിജക്ഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് തന്നെ ഒരു റിജക്ഷൻ ഉണ്ടായിരുന്നു. സോ ഈ ആഴ്ച നമ്മൾ നോക്കുമ്പോൾ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് ആസ് എന്താണ് നോ സപ്ലൈ ക്യാൻഡിൽ കണക്കാണ് എന്തായിരിക്കുന്നത്. അതും ആ ഒരു ലെവലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊരു മദർ ക്യാൻഡിൽ ആണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇമ്പൾസീവ് സെല്ല് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3994 താഴേക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസീവായിട്ടൊരു സെല്ല് വീണ്ടും സെല്ലേരിയയിലേക്ക് ഒരു മൂവ്മെൻറ്റിനുള്ള ചാൻസ്. അതല്ല ഇനിയൊരു ബുള്ളിഷ് മൂവ്മെൻറ്റം വരികയാണെങ്കിൽ എബോവ് ദിസ് ലെവൽ 4140 തന്നെ പറയാം നമുക്ക്. ഓക്കെ, 4140 അതിന് മുകളിലോട്ട് ക്ലിയർ പൈ ഏരിയ. ഇതാണ് വീക്ക്ലി ചാർട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. വീക്ക്ലി ചാർട്ടിൽ പ്രീവിയസ് എടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3885 ലെവൽ, ഈ ഒരു ലെവൽ. ഓക്കെ, സോ ഇനി ഒരു ഫോൾ വന്നു കഴിഞ്ഞാൽ അവിടെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ പ്രീവിയസ് ഒരു സെല്ലിംഗ് എവിഡൻസ് ഇവിടെയുണ്ട്. ഓക്കെ, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് റെയറാണ്. ഉണ്ടാവുകയാണെങ്കിൽ ഹെവി ഒരു ക്രാഷ് ഗോൾഡിൽ. ഓക്കെ, ഹെവി ക്രാഷ് അങ്ങനെ സംഭവിച്ചാൽ. ഓക്കെ, പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തൊരു ഫോൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് എത്ര ലെവൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3334 ലെവൽ വരെ പോകണം. ഇത് വീക്ക്ലി ചാർട്ടിനെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് അവിടെയാണ് നമുക്ക് പ്രീവിയസ്ലി ഒരു സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്നത്. ബട്ട് ഇവിടെ എവിടെയും പുതിയൊരു ബൈയിങ് എവിഡൻസ് ഇല്ല ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ടിൽ എവിടെയും ബൈയിങ് എവിഡൻസ് ഒന്നുമില്ല. വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ, അതായത് പ്രീവിയസ് ക്യാൻഡിൽ ഒരു ഇൻവെർട്ടർ ഹാമറായിട്ടാണ് നിൽക്കുന്നത്. സോ ആ ഇൻവെർട്ടർ ഹാമർ ആക്റ്റീവ് ആവുകയാണെങ്കിൽ അടുത്ത ദിവസം വീണ്ടും ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് മുകളിലേക്ക് അടുത്ത വീക്കിൽ. ഓക്കെ, അതല്ല ഇതിന് ഒരു ലോവർ വീക്ക് ഇല്ല. അതായത് പ്രീവിയസ് വീക്കിന് മുന്നലത്തെ വീക്കിൽ ഫോം ചെയ്ത ക്യാൻഡലിന് ഒരു ലോവർ വീക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ലോവർ വീക്ക് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു മാനിപ്പുലേറ്റഡ് മൂവ്മെൻ്റ് ആണ് ഉണ്ടായതെങ്കിൽ വീണ്ടും ഇതിൽ താഴേക്ക് ഒരു മൂവ്മെൻറ്റ് വരും, 4000 താഴേക്ക്. ഓക്കെ, സോ ഇതാണ് വീക്ക്ലി ചാർട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് വരാനുള്ള അനാലിസിസ്. വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ ഒരു സെൽ ഏരിയയിലേക്കുള്ള നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം കർവിലൊരു ചെറിയ ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് എഗെയിൻ ഇത് വീണ്ടും ഒരു
20 ലെവലിൽ താഴേക്ക്, അതായത് ഇപ്പം നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 താഴെയാണ്. 40 താഴെ എന്ന് പറഞ്ഞാൽ സെൽ ഏരിയ തന്നെയാണ്. ഓക്കെ, സോ അതിൽ താഴേക്ക് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ വീണ്ടും ഒരു ബിയറിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് നമുക്ക് തരാനുള്ള അനാലിസിസ്. മന്ത്ലി ചാർട്ട് നമ്മൾ ഓൾറെഡി അനാലിസിസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡെയിലി ക്യാൻഡിൽ നോക്കാം. ബേസ്ഡ് ഓൺ ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഡെയിലി ക്യാൻഡിൽ യെസ്, ഒരു സ്ട്രോങ് മരബോസു ക്യാൻഡിലൂടെ കിടപ്പുണ്ട്. ദിസ് ഈസ് എ സെല്ലിംഗ് എവിഡൻസ് വിത്ത് എ സ്ട്രോങ് മരബോസു ക്യാൻഡിൽ. ഓക്കെ, സ്ട്രോങ് മരബോസു ക്യാൻഡിൽ ഇട്ടിട്ട് ഒരു സെല്ലിംഗ് എവിഡൻസ് ഇവിടെ വെയിറ്റിംഗ് ആണ്. സോ അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫോൾ ഉണ്ടായി, ബട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്തൊരു ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ആ ലെവൽ, അതായത് 3920 താഴേക്കുള്ള മൂവ്മെൻറ്റ് വരണം. അതുണ്ടായിട്ടില്ല. ഓക്കെ, സോ പ്രീവിയസ് ബൈയിങ് എവിഡൻസുകൾ നോക്കുമ്പോൾ ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു ബൈയിങ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 20 ഇട്ട ഈ ഒരു എവിഡൻസ് ആണ്. അതായത് ഓൾ ടൈം ഹൈയിലാണ് ആ എവിഡൻസ് ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ മൂവ്മെൻറ്റ് ബൈ ഏരിയയിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഓൾ ടൈം ഹൈയെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റ്. അതല്ല, ഈ ഒരു സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്യാനാണ് ചാൻസ് കാണിക്കുന്നത് കൂടുതൽ ഈ ഒരു സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ ഗോൾഡ് വിൽ ഫോൾ ബിലോ 3932 ലെവലിൽ താഴേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ പ്രീവിയസ് ക്യാൻഡിൽ, അതായത് പ്രീവിയസ് ഡേയിലെ ക്യാൻഡിലുകൾ നമ്മൾ നോക്കുമ്പോൾ അത് എൻഡ് ചെയ്തിരിക്കുന്നത്, പ്രീവിയസ് ഡേ ക്യാൻഡിലുകൾ നോക്കുമ്പോൾ എൻഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ഒരു നോ സപ്ലൈ ക്യാൻഡിൽ ഫീലിംഗ് ആണ് വരുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ ഒരു ഇൻവെർട്ടർ ഹാമറും കിടപ്പുണ്ട്. ഈ ഇൻവെർട്ടർ ഹാമർ ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മുകളിലോട്ടൊരു മൂവ്മെൻ്റ് ആണ് വരുന്നത്. പാറ്റേൺ ബേസ് നോക്കുമ്പോൾ ഗോൾഡ് നമ്മൾ ഫീൽ ചെയ്യുന്ന പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ആൻഡ് ഷോൾഡർ തന്നെയാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ മൂവ്മെൻ്റ് ആണ് അതിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. സോ എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന്, സോ ഇതിനാണ് ചാൻസ് കാണുന്നത്. ഓക്കെ, സോ ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ സൂം ലെവലൊന്ന് കൂട്ടാം. സൂം ലെവൽ കുറച്ച് കുറഞ്ഞു. ഓക്കെ, ബേസ്ഡ് ഓൺ ഡേ ക്യാൻഡിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഫോൾ, അങ്ങനെ ഒരു ഫോൾ വന്നു കഴിഞ്ഞാൽ ഈ സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് മൂവ്മെൻ്റ് ആയിരിക്കും. അത് ഉറപ്പിക്കാം. അതായത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഫോൾ. അങ്ങനെയാണെങ്കിൽ ഗോൾഡിൽ വരുന്ന ഫോൾ എന്ന് പറഞ്ഞാൽ 3930 ലെവലിൽ താഴേക്കുണ്ടാവും. പിന്നെ വരുന്ന സപ്പോർട്ട് ലെവലെന്ന് പറഞ്ഞാൽ ഇതാണ് 3902 നെക്സ്റ്റ് സപ്പോർട്ട് ലെവലെന്ന് വെച്ചാൽ. ഓക്കെ, അതായത് ബിയറിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താൽ, ബിയറിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അത് ഞാൻ പറയാം. തുടർന്ന് നമ്മൾ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ബാക്കിയെല്ലാം നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ US ഡോളറിൻ്റെ സ്ട്രെങ്ത് ഇതെല്ലാം നോക്കാം. ഇതെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള മൂവ്മെൻറ്റ് വരുന്നത്. ഇപ്പോഴും ഒരു ഫോളിലാണ് ഗോൾഡ്. അതിനുള്ള കാരണം നമുക്കറിയാൻ പറ്റും. ഓക്കെ, എനിവേ ബേസ്ഡ് ഓൺ ഡേ ക്യാൻഡിൽ ഡേ ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്കിതാണ് മനസ്സിലാക്കുന്നത്. ഡേ ചാർട്ട് നോക്കുമ്പോൾ ഗോൾഡ് നല്ലൊരു സെല്ലിംഗ് മൂവ്മെൻറ്റിലായിരുന്നു. ബട്ട് അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ചെറിയ മാറ്റം വന്നു. ബട്ട് ആ മൂവ്മെൻറ്റ് സെൽ ഏരിയയിലേക്കാണ് അത് കണ്ടിന്യൂ ചെയ്യണത്. ഇപ്പോൾ ബിലോ 40 ആണ്. ബിലോ 40 ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഏരിയ തന്നെയാണത്. ഓക്കെ, സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ അതാണ് മനസ്സിലാവുന്നത്. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ തന്നെയാണ് ഗോൾഡിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ന്യൂ ഹെഡ് ആൻഡ് ഷോൾഡർ. സോ ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനും കൂടി ഇടാം. നോക്കാം, കണ്ടോ? സോ ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കുലർ മൂവ്മെൻ്റ് ആണ്. ട്രയാങ്കുലർ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസെൻഡിങ് ട്രയാങ്കുലർ മൂവ്മെൻ്റ് ആണ്
ഗോൾഡ് കണ്ടോ. സോ അത് ആ ഒരു മൂവ്മെൻ്റ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ, സോ നോക്കട്ടെ, ആ ഒരു മൂവ്മെൻ്റ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഗോൾഡ് എങ്ങനെയെന്ന് പറഞ്ഞാൽ സോ ഇവിടെ വന്ന് വീണ്ടും ഇങ്ങനെ കയറി ഇങ്ങനെ ഫോളോ ചെയ്യും. ചാൻസ് അതാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളിലാണ് മൂവ്മെൻറ്റ് ഉള്ളത് ഗോൾഡ്. ഓക്കെ, സോ പിന്നെ ട്രെൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ ലോവർ ഹൈ ഇവിടെ ട്രെൻഡ് ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ വന്നപ്പോൾ ട്രെൻഡിലൊരു ചേഞ്ച് വന്നതെന്ന് പറഞ്ഞാൽ ഹയർ ലോ കണ്ടോ, ഹയർ ലോ, ഇനി വീണ്ടും പുതിയൊരു ഹയർ ലോ, അതിനുശേഷം ഫോളോ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫോളോ വരുവാണെങ്കിൽ ഈ ഒരു ലെവലിലേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 3900 ലെവലിലാണ് നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് 4 അവർ ബേസ് ചെയ്ത് നോക്കാം. ബേസ്ഡ് ഓൺ 4 അവർ ഗോൾഡ് 4 അവർ നമ്മൾ നോക്കുമ്പോൾ ആ ട്രയാങ്കുലർ മൂവ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ 4 അവറിലേക്ക് വരുമ്പോൾ ഗോൾഡ് ഷോസ് എ ന്യൂ സെല്ലിംഗ് എവിഡൻസ്, പക്ക സെല്ലിംഗ് എവിഡൻസ്. ഓക്കെ, ക്ലിയർ സെല്ലിംഗ് എവിഡൻസ്. അപ്പം 4 അവറിൽ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് തന്നിട്ടാണ് ഗോൾഡ് എന്ത് ചെയ്തിരിക്കുന്നത്, മാർക്കറ്റ് എൻഡ് ആയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇനി നെക്സ്റ്റ് മൺഡേയിലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ടുണ്ടായാലും നമുക്ക് ഈ ഒരു എവിഡൻസിനെ വെച്ചിട്ട് ട്രേഡ് അപ്പോഴേ ലൈവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇനിവേ നമുക്ക് പുതിയൊരു സെല്ലിംഗ് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. നല്ല സെല്ലിംഗ് എവിഡൻസ് ആണ് ഗോൾഡ് 4 അവറിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ സെല്ലിംഗ് എവിഡൻസ്. ഓക്കെ, ഇനി റെസ്പെക്റ്റ് ചെയ്യപ്പെടാത്ത ഏതെങ്കിലും ബൈയിങ് എവിഡൻസ് പ്രീവിയസ്ലി കിടപ്പുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഒന്നും തന്നെ ഇല്ല. സോ ദാറ്റ് മീൻസ് ഗോൾഡ് വിൽ ഫോൾ ചെയ്യാനുള്ള ചാൻസാണ് നെക്സ്റ്റ് ഡേയിൽ ബേസ്ഡ് ഓൺ അടുത്ത 4 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറിൽ സംഭവിക്കാൻ ചാൻസ് വരുന്നത്. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോഴും മൂവ്മെൻറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിലാണ് നിൽക്കുന്നത് 4 അവറിൽ. ബട്ട് ചേഞ്ച് വരും. കാര്യം ഓൾറെഡി ഷോസ് എ സെല്ലിംഗ് എവിഡൻസ്. ഓക്കെ, സോ ഇതാണ് ബേസ്ഡ് ഓൺ 4 അവറിൽ നമുക്ക് തരാനുള്ള എവിഡൻസ് എന്ന് പറഞ്ഞാൽ 4 അവറിൽ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ആണ് തന്നേക്കുന്നത്. സോ ഈ സെല്ലിംഗ് എവിഡൻസ് തന്നതുകൊണ്ട് മാർക്കറ്റ് ഇനി മൺഡേയിൽ ഓപ്പൺ ആയിട്ട് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നടത്തിയാലും ഇറ്റ് വിൽ ഫോൾസ് ബിലോ 4055 താഴെ അത് ഫോൾ ചെയ്തിരിക്കും. ഓക്കെ, ഇനി മൺഡേയിൽ ഒരു മൂവ്മെൻറ്റ് അത് മുകളിലേക്ക് നടത്തിയെന്ന് വെച്ചോ, എത്ര മുകളിലേക്കിട്ട് പോയാലും ആസ് പെർ മൈ സ്ട്രാറ്റജി അത് ഫോൾ ചെയ്തിരിക്കും. 4055 താഴെ ഫോൾ ചെയ്തിരിക്കും ബേസ്ഡ് ഓൺ 4 അവറിൽ നമുക്ക് ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ഉണ്ടായത് കൊണ്ട്. ഇനി നമുക്ക് 2 അവർ ഒന്ന് ചെക്ക് ചെയ്യാം. 2 അവർ ബേസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഡേയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായത്. ആ ബുള്ളിഷ് മൂവ്മെൻറ്റ് 2 അവർ ബേസ് ചെയ്തിട്ട് 4080 മേളിൽ പോകുമെന്ന് ഞാൻ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു. 2 അവറിൽ അങ്ങനെ ഒരു ബൈയിങ് എവിഡൻസ് ഉണ്ടായിരുന്നു. അത് കാരണമാണ് 2 അവറിൽ ആ ബൈയിങ് എവിഡൻസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. 2 അവറിൽ ഉണ്ടായിരുന്ന ആ ബൈയിങ് എവിഡൻസ് ദിസ് വൺ, ഈ ഒരു ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് 4080 മേളിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. 80 മേളിൽ മൂവ്മെൻറ്റ് ഉണ്ടായി, 4100 വരെ മൂവ്മെൻറ്റ് ഉണ്ടായി. ഓക്കെ, സോ 2 അവർ നോക്കുമ്പോൾ 2 അവറിൽ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് വിത്ത് എ ഗുഡ് സെല്ലിംഗ് എവിഡൻസ്. ഓക്കെ, ദാറ്റ് മീൻസ് ഗോൾഡ് വിൽ ഫോൾ ചെയ്യാനുള്ള ചാൻസാണ് 2 അവർ ബേസ് ചെയ്തിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്റ്റൊക്കാസ്റ്റിക്സ് കർവ് തിരിഞ്ഞിട്ടുണ്ട്, സെൽ ഏരിയയിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്. ഇനി അതല്ല മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായാൽ തന്നെയും ഗോൾഡ് വിൽ ഫോൾ ബിലോ 4054 താഴെ ഫോൾ ആയിരിക്കും എത്ര മുകളിലോട്ട് പോയാലും. ബിക്കോസ് 2 അവറിലും 4 അവറിലും നമുക്ക് സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് 1 അവറാണ്. 1 അവർ നോക്കുമ്പോൾ
ഇതിൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ ഏതെങ്കിലും ബൈങ് എവിഡൻസ് ഉണ്ടോ നോക്കുമ്പോൾ 2 ഹവറിലൊന്നും തന്നെ ഇല്ല. ഞാൻ 2 ഹവറും ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പം 1 ഹവറിലേക്ക് വരുമ്പോൾ 1 ഹവറിലേക്ക് വരുമ്പം 1 ഹവറിൽ വരുമ്പോൾ അവിടെ there is no selling evidence, but important thing 1 ഹവർ നോക്കുമ്പോൾ അവിടെ റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്ന ബൈങ് എവിഡൻസ് ഉണ്ട്. സോ ഇതാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മൂവ്മെൻറ്റ് വരണതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ദിസ് ഈസ് എ ബൈങ് എവിഡൻസ്, റെസ്പെക്റ്റഡ് മൂവ്മെൻറ്റ് വന്നിട്ടില്ല. സോ ദാറ്റ് മീൻസ് ഗോൾഡ് ഈ 1 ഹവറിലെ ബൈങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് വന്നാൽ 4100 മുകളിലോട്ട് കയറും. ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതായത് 4100 മുകളിലോട്ട് പോയതിന് ശേഷം വീണ്ടും 4 ഹവറിലെയും 2 ഹവറിലെയും സെല്ലിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് ഫോളോ വരും. സോ ഏതാണ് സംഭവിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് ആ സമയത്ത് ലൈവിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, 1 ഹവർ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ബൈങ് എവിഡൻസ് ഉള്ളത്. 1 ഹവറിൽ മൾട്ടിപ്പിൾ ബൈങ് എവിഡൻസ് ആണ് ഉള്ളത്. മൾട്ടിപ്പിൾ ബൈങ് എവിഡൻസ്. ദിസ് വൺ ഈസ് എ ബൈങ് എവിഡൻസ്, ദിസ് വൺ ഈസ് എ ബൈങ് എവിഡൻസ്. 2 ബൈങ് എവിഡൻസ് കിടപ്പുണ്ട്. സോ അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ 4100 മുകളിലോട്ട് മൂവ് ചെയ്യും. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുകയാണെങ്കിൽ അത് സെൽ ഏരിയയിലേക്കാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 ഹവർ ബേസ് ചെയ്തിട്ട് സെൽ ഏരിയയിലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അതല്ല 4 ഹവറിലെയും 2 ഹവറിലെയും സെല്ലിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഫോളിന് ശേഷം വീണ്ടും ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ 4100 ലെവലിലേക്ക് വീണ്ടും കയറി വരും. അതായത് ഒരു റേഞ്ച് മൂവ്മെൻറ്റ്. സോ ഓക്കെ, ഇതാണ് 1 ഹവർ ബേസ് ചെയ്തിട്ട് നമുക്ക് തരാനുള്ള അനാലിസിസ്. 30 മിനിറ്റിലേക്ക് വരുമ്പോൾ 30 മിനിറ്റിൽ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു അവിടെ റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു സെല്ലിങ് എവിഡൻസ് ഉണ്ട്. ആ സെല്ലിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റിനുള്ള ചാൻസസ് ഹൈ ആണ്. അത് കഴിഞ്ഞ ദിവസം ഇട്ടാണ്. അതിനെ ബേസ് ചെയ്താണ് ഞാനൊരു ട്രേഡ് എടുത്തിട്ട് ഇറങ്ങിയത്. അതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ അന്ന് ആ സമയത്ത് ഞാൻ ഇട്ടത്. ഓക്കെ, സോ ഈ ഒരു സെല്ലിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഗോൾഡ് ഇപ്പം നിൽക്കുന്ന ഈ ഒരു ലെവലുണ്ട്, സപ്പോർട്ട് പിടിച്ചേക്കുന്ന ഈ ലെവൽ 4055. ആ 55 താഴെ എന്ന് പറഞ്ഞാൽ ക്ലിയർ സെൽ ഏരിയ ആണ്. 30 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ക്ലിയർ സെൽ ഏരിയ ആണ്. ഓക്കെ, സോ 4055 വരെ മൂവ്മെൻറ്റ് 4 ഹവർ ബേസ് ചെയ്തിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. 4055 താഴേക്ക് 4 ഹവർ ബേസ് ചെയ്തിട്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ റെസ്പെക്റ്റഡ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഷുവറായിട്ടും ഗോൾഡ് ഫോൾ ബിലോ 4031 താഴേക്ക് ഒരു മൂവ്മെൻറ്റിന് ചാൻസ് ഹൈ ആണ്. ഓക്കെ, ഈ ബിയറിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ആണ്. ബട്ട് സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ ഒരു ഓവർസോൾഡ് കണ്ടീഷനാണ്. അവിടുന്ന് ജസ്റ്റ് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ റിജക്ഷന് ശേഷം വീണ്ടും ഒരു സെല്ലിങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും ഈ ഒരു സെല്ലിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് ഫോളോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 4031 താഴേക്ക് ഗോൾഡ് ഫോൾ വരും. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് ആണ്. 15 മിനിറ്റിലേക്ക് വരുമ്പോൾ 15 മിനിറ്റിൽ ഗോൾഡ് ന്യൂ എവിഡൻസുകളൊന്നും തന്നെ ഇല്ല. ദർ ഇസ് നോ ന്യൂ എവിഡൻസ്, ന്യൂ സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ന്യൂ സെല്ലിംഗ് എവിഡൻസ് ഒന്നുമില്ല. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്ന് ഒന്ന് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നേരത്തെ നമ്മൾ 30 മിനിറ്റ് ബേസ് ചെയ്തിട്ട് പറഞ്ഞ 4030 ലെവലിലേക്ക് ഫോളോ ചെയ്യും. ഓക്കെ, അത് ഈ ഒരു ബ്ലൂ ലൈൻ 4055 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4030 ലെവലിലേക്കുള്ള ഫോള്. ഓക്കെ, ഇതാണ് ബേസ്ഡ് ഓൺ 15 മിനിറ്റിൽ നമുക്ക് തരാനുള്ള അനാലിസിസ്. ഇനി സോ നെക്സ്റ്റ് വീക്കിൽ വരുന്ന മേജർ ഫണ്ടമെൻ്റൽസുകൾ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
സോ മൺഡേ നോക്കുമ്പോഴത്തേക്ക് മൺഡേയിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഫണ്ടമെൻ്റലുകളൊന്നും തന്നെ ഗോൾഡ് അഫക്റ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. USD ബേസ്ഡ് ഓൺ USD ഒന്നും തന്നെ കാണിക്കുന്നില്ല. അതേസമയം ട്യൂസ്ഡേ വരുമ്പോഴത്തേക്ക് മേജർ ഫണ്ടമെൻ്റലുകളുണ്ട്. റീറ്റെയിൽ സെയിൽസ്, കോർ PPI, കോർ റീറ്റെയിൽ സെയിൽസ് PPI ഉണ്ട്. അത് മേജർ ഡേറ്റകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ അന്നേ ദിവസം തന്നെ വേരിയസ് ഡേറ്റ റിലീസിംഗ് ഉണ്ട്. ഹോം സെയിൽ, ഓക്കെ, ബിസിനസ് ഇൻവെൻട്രീസ്, ഇതിൻ്റെ എല്ലാം ഡേറ്റ റിലീസ് ആവുന്നുണ്ട്. സോ ട്യൂസ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫണ്ടമെൻ്റൽ ഡേ തന്നെയാണ്. ഓക്കെ, വെനസ്ഡേയിലേക്ക് വരുമ്പോഴത്തേക്ക് അപ്കമിങ് വെനസ്ഡേയിൽ മാർക്കറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണ ഹൈ പ്രോബബിലിറ്റി, അതായത് ഹൈ ഇമ്പാക്റ്റ് ഡേറ്റ റിലീസ് എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിമാണ് അന്നത്തെ. അതുപോലെ തന്നെ GDP റേറ്റ് ഉണ്ട്, ബട്ട് അത് ടൈം ഫിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം വരുന്നുണ്ട്. അത് അന്ന് മാർക്കറ്റിന് ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡേറ്റ റിലീസ് തന്നെയാണ്. ഓക്കെ, ഉം, 27th തേഴ്സ്ഡേ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ബാങ്ക് ഹോളിഡേ കാണിക്കുന്നുണ്ട്. തേഴ്സ്ഡേയിൽ താങ്ക്സ് ഗിവിങ് ഡേ, ബിക്കോസ് ഓഫ് താങ്ക്സ് ഗിവിങ് ഡേ. അപ്പം അന്ന് സ്മാർട്ട് മണി ഫ്ലോ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, നോക്കാം. എനിവേ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ് ടൈം ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ഓക്കെ, സോ ഫ്രൈഡേ ആണ് പിന്നുള്ളത്. ഫ്രൈഡേയിൽ വരുന്നിട്ട് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ഈ മന്തിൻ്റെ എൻഡാണ്. മന്ത് എൻഡ്, വീക്കെൻഡ് എല്ലാം കൂടി ചേർന്നിട്ടാണ്. അന്നത്തെ ദിവസം ഒരു ഫണ്ടമെൻ്റലും ഇല്ല. ഓക്കെ, സോ മന്ത് എൻഡ്, വീക്കെൻഡ് അതായിരിക്കും അന്നത്തെ ദിവസത്തെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇത്രയാണ് നമുക്ക് വരുന്ന മേജർ ഫണ്ടമെൻ്റലുകൾ. സോ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സുകൾ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മാർക്കറ്റ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ചെക്ക് ചെയ്യാം. മാർക്കറ്റ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ചെക്ക് ചെയ്യാം. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാർക്കറ്റ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഗോൾഡ് നോക്കുമ്പോൾ ഗോൾഡിൽ പ്രീവിയസ്ലി ഉള്ളതിൽക്കാളും സെല്ലേഴ്സ് കുറഞ്ഞു, ബട്ട് എങ്കിലും സെല്ലേഴ്സാണ് കൂടുതൽ. റീറ്റെയിലേഴ്സ് നോക്കുമ്പോൾ മോർ സെല്ലേഴ്സാണ്. മോർ സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ 78.89. നേരത്തെ 90% ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 78.89% സെല്ലേഴ്സ് മീൻസ് പ്രൈസ് വിൽ മൂവ്സ് അപ്പ്. പ്രൈസ് മുകളിലോട്ട് കയറി വരും, ബട്ട് ടേക്ക് ടൈം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയ്യേഴ്സ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പ്രൈസ് ഫോൾ ആവും. ഓക്കെ, സോ ഗോൾഡ് മാത്രം നമുക്ക് എടുത്ത് നോക്കാം. ഗോൾഡ് ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കാം. ഗോൾഡ് സിൽവർ നമ്മൾ നോക്കുമ്പോൾ രണ്ടിലും മോർ സെല്ലേഴ്സാണ്. റീറ്റെയിലേഴ്സ് മോർ സെല്ലേഴ്സ് ഓപ്പൺ സെൽ പൊസിഷനാണ്. സിൽവർ നോക്കാം. സിൽവർ ഇതാണ് കണ്ടീഷൻ. സിൽവറിൽ 82% സെല്ലേഴ്സാണ്. ഓക്കെ,
ഗോൾഡിൻ്റെ ഒരു മന്ത്ലി റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ മോർ ലോങ് പൊസിഷൻസ് ആണ് ഇത് മോർ ഈ ഒരു മന്ത്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കേണ്ട പുട്ട് ആൻഡ് കോൾ റേഷ്യോ ആണ്. യെസ്, പുട്ട് ആൻഡ് കോൾ റേഷ്യോ മൂവിങ് അപ്പാണ്. ദാറ്റ് മീൻസ് ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിലൊരു അപ്സൈഡ് മൂവ്മെൻറ്റിനുള്ള ചാൻസാണ് കാണിക്കുന്നത്. 1 എബോ ആണ്. ഓക്കെ, എക്സ്ട്രീം ഫിയർ റേറ്റിലേക്കാണ് ഇപ്പോൾ മൂവ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇനിയൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസാണ് ബേസ്ഡ് ഓൺ പുട്ട് ആൻഡ് കോൾ റേഷ്യോയിൽ മനസ്സിലാവുന്നത്. അതോടൊപ്പം ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സ് ഒന്ന് നോക്കാം. ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ ഓക്കെ, റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കിയിട്ട് നമ്മൾ ഗോൾഡ് പറഞ്ഞത് മൂവ്മെൻ്റ് ആണ് വരുന്നത്. ഇനി ഈ BTCയുടെ ഗോൾഡിൻ്റെ കൂടെ റേഷ്യോ ഒന്ന് നോക്കാം. BTCയുടെ ഗോൾഡിൻ്റെ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഓവറാൾ സെൻറ്റിമെൻറ്റ്സ് അറിയാൻ പറ്റും. ഇപ്പോൾ ബേസ്ഡ് ഓൺ BTC ഗോൾഡ് റേഷ്യോ നോക്കുമ്പോഴത്തേക്ക് BTC ഫോളാണ് കാണിക്കുന്നത്, ഹെവി ഫോൾ. അതായത് ഇന്നെ റിസ്ക് ഓഫ് സെൻറ്റിമെൻറ്റ്സിലാണ് മാർക്കറ്റ്. റിസ്ക് ഓഫ് സെൻറ്റിമെൻറ്റ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. ഓക്കെ, സോ അപ്പം ഓവറാൾ നോക്കുമ്പോഴത്തേക്ക് അതിലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഇങ്ങനെയുള്ള കമ്മോഡിറ്റികൾ. ഓക്കെ, സോ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സിലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സിൽ ഇതിപ്പോൾ സിൽവറാണ് നമ്മൾ നോക്കിയത്. ഗോൾഡ് മോർ സെല്ലേഴ്സ് ഓപ്പൺ സെൽ പൊസിഷൻ ആണ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ്. അപ്പോൾ പ്രൈസ് മൂവിങ് അപ്പിനുള്ള ചാൻസാണ് കാണിക്കുന്നത്. ബട്ട് അത് ഒരു ഷോർട്ട് ടൈമിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോളോ ആവും. ഇപ്പം നിലവിലെ കണ്ടീഷൻ ഞാൻ അതുകൂടി പറയാം, കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യണം. നിലവിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ US ഡോളർ സ്ട്രോങ് ആണ്. ഓക്കെ, സോ ഇതാണ് ഗോൾഡ്, സിൽവറിൻ്റെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സിൽ 78.89% ഓഫ് സെല്ലേഴ്സ് ഓപ്പൺ സെൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സ് 78.89% ഓഫ് സെല്ലേഴ്സ് ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് വിൽ മൂവ്സ് അപ്പിനുള്ള ചാൻസാണ് കാണിക്കുന്നത്. ഓക്കെ, ബട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യമേ ഒരു ഫോൾ ഉണ്ടാവും. ഫോൾ ഉണ്ടായിട്ട് അട്രാക്റ്റ് മോർ സെല്ലേഴ്സിനെ അട്രാക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ പ്രൈസ് മൂവിങ് അപ്പ് ഇതിനുള്ള ചാൻസ് ഉണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ US ഡോളർ സ്ട്രോങ് ആണ്. ഓക്കെ, നിൽക്കട്ടെ, നമുക്ക് കറണ്ട് സിറ്റുവേഷനിൽ എന്താണ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എന്ന് നോക്കാം. അതായത് മാർക്കറ്റ് ലാസ്റ്റ് ക്ലോസ് ആയ സമയത്ത് കറണ്ട് റേഷ്യോ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് നമ്മൾ നോക്കിയത് ഒരു കോട്ട് റിപ്പോർട്ട് നമുക്ക് കിട്ടത്തില്ല. കോട്ട് റിപ്പോർട്ട് പ്രീവിയസ് കോട്ട് റിപ്പോർട്ട് മാത്രമായിരിക്കും ഉണ്ടാവുക. നോക്കട്ടെ കോട്ട് റിപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത്. ഗോൾഡ് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതാണ്. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 71.72% ബയ്യേഴ്സ് ഓപ്പൺ ബൈ പൊസിഷൻ ആണ്. ബയ്യേഴ്സ് ഓപ്പൺ ബൈ പൊസിഷൻ കറണ്ട് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ്, അതായത് മാർക്കറ്റ് ലാസ്റ്റ് മിനിറ്റിൽ ക്ലോസ് ആയതിനു ശേഷമുള്ള ഒരു ഡേറ്റയാണ് കിട്ടിയേക്കുന്നത്. ആ ഡേറ്റ പ്രകാരം മോർ ബയ്യേഴ്സ് ഓപ്പൺ ബൈ പൊസിഷൻ ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് വിൽ ഫോൾ, വീണ്ടും ഒരു ഫോള് വരും. ഓക്കെ, മോർ ബയ്യേഴ്സ് 71.72% ബയ്യേഴ്സ് ഓപ്പൺ ബൈ പൊസിഷൻ ആണ്. അപ്പം നെക്സ്റ്റ് ഡേയിൽ ഇനി ഒരു ഗ്യാപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ, അതായത് ആരെങ്കിലുമൊക്കെ ലോങ് പൊസിഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ഗ്യാപ്പിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, അതായത് ഒരു ഫോൾ ഗ്യാപ്പിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നല്ല പണി കിട്ടും. കാര്യം അത് അങ്ങനെയാണ് സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ ഇതാണ്. ഓക്കെ, കോട്ട് ഡേറ്റ കിട്ടുമെന്ന് നോക്കണം. കോട്ട് ഡേറ്റ എന്താ അവസ്ഥ നോക്കാം.
Quoted and not available. Okay. previous weekൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡേറ്റ റിലീസ് ഉണ്ടായിരുന്നത് 20-ാം തീയതി ആയിരുന്നു അല്ലേ? 20-ാം തീയതി കണ്ടോ? 20-ാം തീയതി നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, അതായത് NFP ഡേറ്റ പോസിറ്റീവ് ആയിരുന്നു. ദാറ്റ് മീൻസ് $ഡോളർ ബിക്കം സ്ട്രോങ്. $ഡോളർ സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഗോൾഡ് വിൽ ഫോൾ. ഗോൾഡ് അതിനുശേഷം ഫോൾ ആണ് ഉണ്ടായത്. ആ ഫോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. $ഡോളർ സ്ട്രോങ് ആണ്. ഓക്കെ, കോഡ് ഡേറ്റ ഓക്കെ ഇത് ഈ മന്തിൽ, ഈ വീക്കിലല്ല, ലാസ്റ്റ് അതായത് November 21-ലാണ്. അത് ആ ഒരു ഡേറ്റ വെച്ച് നമ്മൾ നോക്കുമ്പോൾ മോർ ബയേഴ്സ് ആണ്. അപ്പം പ്രൈസ് ഫോൾ ഉണ്ടായി. ഓക്കെ, സോ ഇത് കണ്ടിന്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം. എനിവേ നമുക്ക് നമ്മുടെ ലൈവിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഷുവറായിട്ടും അത് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഗോൾഡിൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റുന്നത്. ബേസ്ഡ് ഓൺ ദിസ് അനാലിസിസ് എനി ക്വയറീസ് യു ഹാവ്, നിങ്ങൾക്ക് ചോദിക്കാം. ഇനി എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്ര നേരം നമ്മൾ സംസാരിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ട്. So any queries related to this analysis you can ask. So ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യും. 3 മിനിറ്റിന് ശേഷം ഈ ഒരു ലൈവ് നമ്മൾ എൻഡ് ചെയ്യുന്നതായിരിക്കും. So anyway, no comments. Okay, so ഇത് റെക്കോർഡഡ് ആണ്. റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് പിന്നീട് കാണാൻ പറ്റും. സോ എനിവേ, ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഈ ലൈവ് എൻഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ഗോൾഡിലെ പ്രധാന പോയിന്റുകൾ, അതായത് ഏതൊക്കെയാണ് പ്രൈസ് ഏരിയകൾ നമ്മൾ ഇതിൽ കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ എനിവേ, നമുക്ക് നെക്സ്റ്റ് വീക്ക് ലൈവ് ഉണ്ടാവും. ആ ലൈവിൽ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുവാണെങ്കിൽ ആ സമയത്ത് ചെയ്യാം. ഓക്കെ, താങ്ക് യു.